ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി RSS നേതാക്കളെ കണ്ടുവെന്ന ഭരണകക്ഷി MLAയുടെ ആരോപണം മുന്നണിയുടെ മതനിരപേക്ഷ പ്രതിച്ഛായയ്ക്കാണ് മങ്ങലേൽപ്പിച്ചത്. എന്നിട്ടും മുഖ്യമന്ത്രി എഡിജിപിയെ ന്യായീകരിച്ചത് CPIക്ക് അത്ര ദഹിച്ചിട്ടില്ല. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാണ് അജിത് കുമാറിനെതിരെ CPI നിലപാട് കടുപ്പിക്കാനുള്ള കാരണം. ഈ വിഷയത്തിൽ ഒളിച്ചുകളികൾ എന്തെങ്കിലും നടന്നോ എന്ന സംശയം പാർട്ടിക്കുണ്ട്. PV അൻവർ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് നടത്തുന്ന നീക്കങ്ങളാണ് ഇവയെല്ലാം എന്നത് മാത്രമാണ് കടുത്ത നിലപാടുകളിൽ നിന്ന് ഇതുവരെ CPIയെ പിന്തിരിപ്പിച്ചത്. എന്നാൽ പൊതുസമൂഹത്തിൽ മുന്നണിക്ക് തിരിച്ചടിയാകുന്ന RSS ADGP കൂടിക്കാഴ്ചയിൽ ആശങ്കയുണ്ട്. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ADGPയെ മാറ്റുമെന്ന സൂചന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയിട്ടുണ്ട്. അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള RSS നേതാക്കന്മാരെ കാണുന്ന ഒരു ADGP തീർച്ചയായിട്ടും LDF ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. CPI സ്റ്റാൻഡാണ്, ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. എന്നാൽ മുഖ്യമന്ത്രി കടുംപിടുത്തം തുടരുന്നതിനാലാണ് പാർട്ടി മുഖപത്രത്തിലൂടെയും പ്രസ്താവനകളിലൂടെയും നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അജിത് കുമാറിനെ മാറ്റിയേ തീരൂ എന്നാണ് CPI നിലപാട്. ഇതിന് മുഖ്യമന്ത്രി വഴങ്ങാത്ത പക്ഷം ക്യാബിനറ്റ് യോഗം ബഹിഷ്കരിക്കുന്നത് പോലെയുള്ള കടുത്ത നിലപാടിലേക്ക് പാർട്ടി നീങ്ങിയേക്കും. അങ്ങനെയെങ്കിൽ മുന്നണിക്കുള്ളിൽ CPI-CPM ബന്ധം ആടിയുലയും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.